ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യത്തെ ന്യായീകരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യം ശരിയാണെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും രാഹുൽ പറഞ്ഞു. അമേഠിയിൽ നിന്ന് മത്സരിക്കുമെന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ള എംപിയായി തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമോ എന്നതിലെ അനിശ്ചിതത്വം ഒരാഴ്ച തികയുമ്പോഴാണ് ആവശ്യത്തെ പിന്തുണച്ചുള്ള രാഹുലിന്റെ പ്രതികരണം. ദക്ഷിണേന്ത്യയിൽ നിന്ന് താൻ മത്സരിക്കണമെന്ന ആവശ്യമുയരാൻ കാരണം മോഡിയാണെന്ന് ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞു. ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കുമിടയിൽ സ്നേഹത്തിന്റെ പാതയുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJP ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഭാഷയും സംസ്കാരവും ഭീഷണി നേരിടുന്നുവെന്ന തോന്നലിലാണ്. പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യത്തിൽ തീരുമാനമെടുക്കും. അമേത്തിയുമായി തനിക്ക് ബന്ധമുണ്ട്, എന്നാൽ അന്ധവിശ്വാസമില്ല. അവിടെ നിന്ന് മത്സരിക്കുമെന്നും അവിടുത്തെ MPയായി തുടരുമെന്നും രാഹുൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാലും മണ്ഡലം ഒഴിയാനുള്ള സാധ്യതയായാണ് രാഹുലിന്റെ ഈ വാക്കുകളെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം ഇന്ന് പുറത്തുവന്ന പട്ടികകളിലും വയനാട് വടകര മണ്ഡലങ്ങൾ ഉൾപ്പെട്ടില്ല. വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാതിരിക്കാൻ രാഹുലിനുമേൽ MK സ്റ്റാലിൻ, ശരത് പവാർ, ശരത് യാദവ് എന്നിവരുടെ സമ്മർദ്ദം ശക്തമാണ്. വയനാടില്ലെങ്കിൽ കർണാടകയിലെ ബിദാർ അടക്കമുള്ള മണ്ഡലങ്ങളാണ് രാഹുലിന്റെ പരിഗണനയിൽ. രാഹുൽ വന്നാലുമില്ലെങ്കിലും കേരളത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി തുടർ പ്രചാരണത്തിലൂടെ മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ തടയാൻ ഒരു പാർട്ടി നാടകം കളിക്കുന്നുവെന്ന KPC പ്രസിഡന്റിന്റെ വാക്കുകൾ കടുത്ത വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്താണ് മുല്ലപ്പള്ളി ഉദ്ദേശിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് മേൽ KPCCയേക്കാൾ സ്വാധീനം മറ്റൊരു പാർട്ടിക്കുണ്ടെന്നത് മുല്ലപ്പള്ളി തന്നെ സമ്മതിച്ചിരിക്കുകയാണോ എന്ന് ഇടതു പാർട്ടികൾ പരിഹസിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് പിന്നാലെ ഈ ആവശ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചു. പിന്നാലെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളിയും അതിനു പിന്നാലെ AICCയിലെ തന്നെ രണ്ടാമനായി പ്രവർത്തിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ ആവശ്യം ആവർത്തിച്ചു. എന്തിന് AK ആന്റണിയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇവരെല്ലാം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹമായിട്ടാണ്. ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹമായി സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് AICC ഈ ആവശ്യം പരിഗണിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ അഭിമാനഭാജനമായ അഭിവന്ദനായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ രാഹുൽ വരില്ലെന്ന സൂചന ശക്തിപ്പെട്ടതോടെ മുല്ലപ്പള്ളി കളം മാറ്റി ചവിട്ടി. ഡൽഹിയിലെ ഒരു പാർട്ടി രാഹുൽ വയനാട്ടിൽ എത്താതിരിക്കാൻ നാടകം കളിക്കുന്നു എന്നാണ് ആരോപണം. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന ആഗ്രഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പേര് പറഞ്ഞില്ലെങ്കിലും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉദ്ദേശിച്ച പാർട്ടി CPM ആണെന്ന് പകൽ പോലെ വ്യക്തം. കേരളത്തിൽ രാഹുൽ മത്സരിക്കുന്നത് തടയാൻ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദേശീയ പ്രതിപക്ഷ സഖ്യത്തെ കൂട്ടുപിടിച്ച് ശ്രമിക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പരിഗണിച്ച ഒരു കാര്യം CPM നേതൃത്വം ഇടപെട്ടതോടെ വേണ്ടെന്നു വെച്ചു എന്നാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതാണ് ആരോപണം ശക്തിപ്പെടാൻ കാരണം. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്താതിരിക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ മുല്ലപ്പള്ളി നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോഴും പക്ഷേ ഈ നാണംകെട്ട ന്യായീകരണം വേണ്ടായിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലേക്ക് രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തിപ്പെടുന്നു. രാഹുൽ ഇല്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിക്കണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ആവശ്യപ്പെട്ടു. KPCC മുമ്പ് പ്രഖ്യാപിച്ച T. സിദ്ദിഖിനെതിരെയാണ് I ഗ്രൂപ്പിന്റെ പടയൊരുക്കം. വയനാട്ടിലെ അനിശ്ചിതത്വത്തിൽ ആദ്യം മിതത്വം പാലിച്ച മുസ്ലിം ലീഗും വിമർശനവുമായി രംഗത്തെത്തി. വയനാട്ടിലെ T. സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ I ഗ്രൂപ്പ് ഉയർത്തിയ കലാപം ഉമ്മൻചാണ്ടി കടുത്ത നിലപാടെടുത്തതോടെയാണ് കെട്ടടങ്ങിയത്. രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ ഇത് വീണ്ടും തലപൊക്കുകയാണ്. രാഹുലില്ലെങ്കിൽ T. സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ലെന്നും AICC പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുറന്നു പറഞ്ഞ് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് രംഗത്തെത്തി. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം. രാഹുലിനായി പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സീറ്റിലുള്ള അവകാശവാദം കൈവിടാതെ വയനാട് മണ്ഡലത്തിൽ നടന്ന കൺവെൻഷനുകളിലെല്ലാം
ടി സിദ്ദിഖ് സജീവമായിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവ് പ്രഖ്യാപിച്ച് ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ട ഉമ്മൻചാണ്ടിക്ക് ഇനിയും സിദ്ദിഖിനായി വിലപേശാനാകില്ലെന്നാണ് ഐ ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നത്. ഇതിനിടെയാണ് അനിശ്ചിതത്വം തുടരുന്നതിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ചേർന്ന് പ്രതിഷേധം അറിയിച്ചത്. ലീഗിന് മാത്രമല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തി ഉണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലുള്ള പ്രതിഷേധം വയനാട്ടിലെ കേരള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. വയനാട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. വടകരയിൽ സ്ഥാനാർത്ഥിയായത് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ അതൃപ്തിയില്ല. വടകരയിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഹൈക്കമാൻഡ് അറിയിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൺഫ്യൂഷൻ എവിടെയാണ് ഉണ്ടായത് ഈ പ്രഖ്യാപനത്തിൽ? കാരണം ഈ കേരള ഘടകത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ചകൾ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ ആർക്കും പാളിച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ദേശീയ നേതാവ് മത്സരിക്കാൻ ഒരു നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം നിയോജകമണ്ഡലമാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ദേശീയ നേതാക്കന്മാർ ഒന്നിൽ കൂടുതൽ നിയോജകമണ്ഡലങ്ങളിൽ മത്സരിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വാനി, വാജ്പേയി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി, അങ്ങനെ എത്ര പേര് രണ്ടിടത്ത് മത്സരിക്കുന്നു. ഇതെന്തോ ഒരു ആദ്യത്തെ കണ്ടുപിടുത്തം പോലെ ചിലരുടെ ഗവേഷണം. ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ഏത് വേണമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം താമസം വരുന്നത്. ഇത് താങ്കളുടെ അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലെ ആണെങ്കിലും ഇത് ഹൈക്കമാൻഡിൻ്റെ ഒരു അനുമതി ഇല്ലാതെ ആണ് ഈ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് വൈകാൻ കാരണം. പട്ടികയിൽ ഇത്രയായിട്ടും പേര് വരാത്ത 16-17 പട്ടിക ഇറങ്ങിക്കഴിഞ്ഞു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്നുള്ള നിലയിലും KPCCയുടെ പ്രചരണ സമിതി ചെയർമാൻ എന്നുള്ള നിലയിലും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് വരണമെങ്കിൽ പെർമിഷൻ കിട്ടേണ്ടവരുടെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് വടകരയെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. വയനാടിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ സംബന്ധിച്ച് ഇപ്പോഴേതെങ്കിലും രീതിയിൽ ACC ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ നേതൃത്വം, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ബന്ധപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഫീൽഡിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഫീൽഡിലാണിപ്പോൾ. മറ്റു കാര്യങ്ങളൊക്കെ തീർക്കാൻ ഇവിടെ നേതാക്കളില്ലേ. പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയുണ്ട്. അവർ ബന്ധപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയും പറഞ്ഞത് തനിക്കറിയില്ല, അങ്ങനെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട കാര്യം അറിയില്ലെന്നാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഇവരുടെയൊക്കെ തീരുമാനം അറിയിച്ചു രാഹുൽ ഗാന്ധി. ഇനി അദ്ദേഹം തീരുമാനം എടുത്ത് അറിയിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. സംസ്ഥാനത്ത് ഇന്ന് 15 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, തോമസ് ചാഴിക്കാടൻ, വീണ ജോർജ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ ഇന്ന് പത്രിക നൽകി. ഇതോടെ ആകെ പത്രിക നൽകിയവരുടെ എണ്ണം 23ആയി. കവടിയാർ വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഹരിവരാസനം രചിച്ച പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മയുടെ മകൾ ബാലാമണിയമ്മയാണ് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. തിരുവനന്തപുരത്ത് NDAക്ക് അനുകൂല സാഹചര്യമെന്ന് കുമ്മനം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 3 UDF സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, തോമസ് ചാഴികാടൻ എന്നിവർ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനെത്തിയത്. മലപ്പുറത്ത് മികച്ച വിജയം നേടുമെന്നും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി. വയനാട് സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDFന്റെ നല്ല പ്രചരണം നടക്കുന്നത്, ചിട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, മലപ്പുറം. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് PC ജോർജ്. ശബരിമല പ്രക്ഷോഭ നേതാവ് എന്ന നിലയിൽ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് ജോർജ് പറഞ്ഞു. NDA സഖ്യകക്ഷിയാകാനുള്ള നീക്കത്തിലാണ് PC ജോർജ്. വോട്ട് ചോദിച്ചെത്തിയ K സുരേന്ദ്രന് PC ജോർജിന്റെ പൂർണ്ണ പിന്തുണ. സുരേന്ദ്രൻ വിജയിക്കുമെന്ന ജോർജിന്റെ പ്രവചനം. ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും. യാതൊരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ പിന്തുണയും കൊടുക്കും, യാതൊരു സംശയം. PC ജോർജിന്റെ പാർട്ടി ഉടൻ തന്നെ NDA ഘടകകക്ഷിയാകുമെന്നാണ് സൂചന.
BJP നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം പുരോഗമിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്ന കാര്യം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ അങ്ങനെ കയറി ചെല്ലുകയല്ല, മാന്യമായ രീതിയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പറയാം. ശബരിമല പ്രക്ഷോഭ സമയത്ത് നിയമസഭയിൽ NDAയുമായി ചേർന്നായിരുന്നു PC ജോർജിന്റെ നീക്കങ്ങൾ. പിന്നീട് UDFനൊപ്പം നിൽക്കാൻ ശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടതോടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ PC ജോർജ് തീരുമാനിച്ചിരുന്നു. PC ജോർജിന്റെ NDA പ്രവേശനത്തിൽ സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ഇതെല്ലാം ഉചിതമായിട്ടുള്ള സമയത്ത് പറയേണ്ട ആളുകൾ പറയും. വെറുതെ ഞാനത് പറയേണ്ട ആവശ്യമില്ല. PC ജോർജ് പിന്തുണയുമായി എത്തിയതോടെ പത്തനംതിട്ടയിൽ BJP ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്ന സൂചന നൽകി KPMS. ഇന്ന് ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ഏപ്രിൽ 1 നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പുന്നല ശ്രീകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ തുണയ്ക്കുന്ന നിലപാടാവും സ്വീകരിക്കുന്ന സൂചനയാണ് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ KPMSന് വ്യക്തമായ നിലപാടുണ്ടെന്നും സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം ഇത് പ്രഖ്യാപിക്കുമെന്നും പുന്നല പറഞ്ഞു. ജനാധിപത്യ മതേതര നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ മാനവികത പുലരണം എന്നാഗ്രഹിക്കുന്ന പുരോഗമന വീക്ഷണമുള്ള പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആഗ്രഹിക്കും. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സാമ്പത്തിക സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് മാത്രമാണ് ശരിയായ നിലപാട് സ്വീകരിച്ചതെന്നും പുന്നല പറഞ്ഞു. സംവരണ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ KPMS നിർണായക ശക്തിയാണെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. വനിതാ മതിൽ മുതൽ സർക്കാരും ഇടതുമുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന KPMSന്റെ സമ്മേളന മുദ്രാവാക്യം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തി നവകേരളത്തിലേക്ക് എന്നാണ്. സാമ്പത്തിക സംവരണ ചർച്ചയിൽ MK മുനീർ പങ്കെടുക്കുന്നതൊഴിച്ചാൽ UDF നേതാക്കളുടെയോ BJP നേതാക്കളുടെയോ സാന്നിധ്യം സമ്മേളനത്തിലില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രമുഖ ഇടതു നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ചൌക്കീദാർ മുദ്രാവാക്യം ആവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യഥാർത്ഥ കാവൽക്കാർ കള്ളന്മാരല്ല എന്ന ഹരിയാനയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ വരാൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ചൌക്കീദാർ മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാം ദിന പ്രചാരണം. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. സർക്കാർ എല്ലാ മേഖലയിലും വികസനം എത്തിച്ചു. പ്രതിപക്ഷം സൈന്യത്തെയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുകയാണെന്നും ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഭാരത് के सामर्थ्य से परिचित कराया है. भारत अब अंतरिक्ष में भी चौकीदारी करने में सक्षम है. പ്രധാനമന്ത്രി യഥാർത്ഥ കാവൽക്കാരുടെ ആത്മാർത്ഥതയെ കളങ്കപ്പെടുത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. अब कहते हैं हम सब चौकीदार. नरेंद्र मोदी जी हिंदुस्तान के चौकीदार ईमानदार हैं. हम सब चौकीदार नहीं हैं. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെത്താൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെ സാധാരണക്കാരെയും ആലിംഗനം ചെയ്യണം. प्रधानमंत्री जी को समय नहीं मिला कि एक गांव में जाएं, एक परिवार से गले लगाएं, एक परिवार से उनका हाल पूछें. ഫൈസാബാദിൽ നിന്നും അയോധ്യയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾക്ക് പുറമെ 50% VVPAT രസീതുകൾ കൂടി എണ്ണിത്തീർക്കാൻ 6 ദിവസം വേണ്ടിവരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 400 ബൂത്തുകൾ ഉള്ള മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ 8 മുതൽ 9 ദിവസം വരെ എടുക്കുമെന്ന് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ VVPAT രസീത് എണ്ണുന്ന നിലവിലെ വ്യവസ്ഥ പൂർണ്ണ വിശ്വാസ്യത ഉറപ്പാക്കുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 50% VVPAT രസീതുകൾ എണ്ണണമെന്ന ആവശ്യവുമായി 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയെ ശക്തമായി എതിർക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് പ്രായോഗികമല്ലെന്നാണ് ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ മാത്രം VVPAT എണ്ണുന്ന നിലവിലെ രീതിയെ ന്യായീകരിച്ച് കമ്മീഷന്റെ വാദം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 4125 അസംബ്ലി മണ്ഡലങ്ങളിലായി ആകെ 10,35,000 പോളിംഗ് ബൂത്തുകളുണ്ട്. ഒരു പോളിംഗ് ബൂത്തിലെ VVPAT രസീതുകൾ എണ്ണാൻ 1 മണിക്കൂർ സമയം വേണം. 280 ബൂത്തുകളുള്ള ഒരു മണ്ഡലത്തിൽ 50% VVPAT രസീതുകൾ എണ്ണാനെടുക്കുന്ന ശരാശരി സമയം 125 മണിക്കൂർ. അതായത് 5 ദിവസവും 2 മണിക്കൂറും.
ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ട് എണ്ണിയ ശേഷമാണ് വിവിപാറ്റ് രസീതുകൾ എണ്ണുന്നത്. അതിനാൽ 10-12 മണിക്കൂർ കൂടി വേണ്ടിവരും. എല്ലാം കൂടി വേണ്ടിവരുന്ന ശരാശരി സമയം 6 ദിവസം. ചില അസംബ്ലി മണ്ഡലങ്ങളിൽ 400ഓളം പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇവിടെ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ 8 മുതൽ 9 ദിവസം വരെ വേണ്ടിവരുമെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. വിവിപാറ്റ് രസീതുകൾ എണ്ണുമ്പോൾ മനുഷ്യസഹജമായ പിഴവുണ്ടാകാം. അങ്ങനെയെങ്കിൽ റീകൗണ്ടിംഗ് ആവശ്യമായി വരും. റീകൗണ്ടിംഗ് കൂടി നടത്തിയാൽ ഇരട്ടി സമയം വേണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 479 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണും. ഇത് 99.99% വിശ്വാസ്യത ഉറപ്പാക്കുമെന്നും കമ്മീഷൻ അവകാശപ്പെടുന്നു. കമ്മീഷൻ സത്യവാങ്മൂലം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഏപ്രിൽ 1 പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. സീറ്റ് കിട്ടാത്തതിനാൽ പൊട്ടിക്കരഞ്ഞ് BJPയുടെ വനിതാ MP. ഉത്തർപ്രദേശിലെ ബാറൻബക്കിയിലെ MP-യായ പ്രിയങ്ക റാവത്താണ് അണികളോട് സംസാരിക്കവേ കരഞ്ഞത്. പട്ടികജാതിയിൽപ്പെട്ട വനിതാ MP-മാർക്ക് BJP സീറ്റ് നിഷേധിച്ചുവെന്നും ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പ്രിയങ്ക മുന്നറിയിപ്പ് നൽകി. അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ബരാബൻകി MP പ്രിയങ്ക റാവത്ത് വികാരാധീനയായത്. സീറ്റ് ഉറപ്പെന്ന് പറഞ്ഞ് ഒടുവിൽ പാർട്ടി കൈയൊഴിഞ്ഞുവെന്ന് അവർ ആരോപിച്ചു. പട്ടികജാതിയിൽപ്പെട്ടവർക്കാണ് BJP സീറ്റ് നിഷേധിച്ചതെന്നും പ്രിയങ്ക പറഞ്ഞു. 26 तारीख तक ये कहा गया कि सब कुछ हो गया है, आप मेहनत करते रहिए, टिकट आपका है, लगे रहिए, मेहनत करते रहिए. कहीं कोई नहीं है, कोई भी प्रत्याशी नहीं है, कोई भी मैदान में नहीं है. आप लगे रहिए, क्षेत्र में लगे रहिए, कार्यकर्ताओं के लिए खड़े रहिए. जितने भी कार्यक्रम है उसमें आपकी 100% भागीदारी होनी चाहिए. मैं लगातार लगी रही, सब कुछ करती रही. BJP UP-യിൽ സീറ്റ് നിഷേധിച്ച 12 MP-മാരിലെ പ്രമുഖയാണ് പ്രിയങ്ക റാവത്ത്. പ്രിയങ്കയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനെതിരെ BJP അണികൾ തെരുവിലിറങ്ങി. തെരഞ്ഞെടുപ്പിൽ BJP തിരിച്ചടി നേരിടുമെന്ന് മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം. തനിക്ക് എന്തുകൊണ്ടാണ് സീറ്റ് നിഷേധിച്ചതെന്ന ചോദ്യമുയർത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. പാർട്ടി വിടുന്നതിനെക്കുറിച്ച് അണികളോട് ആലോചിച്ച് തീരുമാനിക്കും. 2014-ൽ 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക തെരഞ്ഞെടുക്കപ്പെട്ടത്. സൈദ്പൂർ MLA ഉപേന്ദ്ര റാവത്തിനെയാണ് ബരാബൻകിയിലെ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യ ഹോർഡിംഗുകളിൽ നിന്ന് VS അച്യുതാനന്ദനെ ഒഴിവാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം VS-ഉം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാപിച്ച ഹോർഡിംഗുകളിൽ പക്ഷേ VS ഇല്ല. LDF വരും, എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യത്തോടൊപ്പം CPM-ന്റെ പ്രചാരണ ബോർഡുകളിലും ഹോർഡിംഗുകളിലും പിണറായിക്കും കോടിയേരിക്കുമൊപ്പം VS-ഉം ഉണ്ടായിരുന്നു. ആദ്യം VS-ഉം പിന്നാലെ പിണറായിയും കോടിയേരിയും. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം. വർഗീയത വീഴും, വികസനം വാഴും, ഇത് കേരളമാണ് എന്നിങ്ങനെ മുദ്രാവാക്യം മാറി. പ്രചാരണ ബോർഡുകളിൽ നിന്ന് VS-ഉം CPM സ്ഥാപിച്ച കൂറ്റൻ ഹോർഡിംഗുകളിൽ പിണറായിയും കോടിയേരിയും മാത്രം. എന്നാൽ ചിലയിടങ്ങളിൽ CPI സ്ഥാപിച്ച ബോർഡുകളിൽ പിണറായി വിജയനൊപ്പം VS-ഉമുണ്ട്. VS-നെ ഒഴിവാക്കുമ്പോൾ പാർട്ടികളിലെ തലമുറ മാറ്റം CPM-ലും നടക്കുകയാണോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലൂസിഫറിന്റെ ആവേശം തിയേറ്ററിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ലൂസിഫർ തരംഗമാണ്. ഇന്നലെ സിനിമ റിലീസായതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ലൂസിഫർ പോസ്റ്ററുകളും നവമാധ്യമങ്ങളിൽ വൈറലായി. ഈ റിപ്പോർട്ടോടുകൂടി വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം. വിന്റേജ് ജീപ്പിൽ മുണ്ടുടുത്തു വന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി. സിനിമ റിലീസായതിനു പിന്നാലെ അതേ ലുക്കിൽ മാസ് എൻട്രിയുമായി സ്ഥാനാർത്ഥികളും. ആദ്യമിറങ്ങിയത് ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പോസ്റ്റർ. ജീപ്പിലെ നെടുമ്പള്ളി മാറ്റി ആലപ്പുഴയെന്നാക്കി. തലതിരിച്ചെഴുതിയ ലൂസിഫർ എന്നത് അതേ മാതൃകയിൽ ആരിഫ് എന്നും. അധികമായി പോസ്റ്ററിൽ ചേർത്തത് വോട്ട് ഫോർ LDF എന്ന് മാത്രം. സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായതോടെ പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി MB രാജേഷും ലൂസിഫർ ലുക്കിലെത്തി. വൈകിയാണെങ്കിലും കോൺഗ്രസും ലൂസിഫറുമായി കളത്തിലിറങ്ങി. പക്ഷേ ലൂസിഫർ ലുക്കിലെത്തിയത് കേരളത്തിലെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണെന്ന് മാത്രം. BJPയും ലൂസിഫറിനെ വിട്ടില്ല. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ ലുക്ക് ഇങ്ങനെ.
നേരത്തെ ഞാൻ പ്രകാശൻ ലുക്കിൽ ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് എത്തിയത് ഏറെ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി ഒറ്റ സിനിമാ പോസ്റ്ററുകളും പാർട്ടികളും സ്ഥാനാർത്ഥികളും വിടാൻ വഴിയില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.